ശത്രുസ്ഥാനത്തിന്റെ അധിപനിരിക്കുന്ന രാശിയും നവാംശകവും കൊണ്ട് വിശദമായി ചിന്തിച്ച് കൈവിഷം കൊടുത്തയാള് അയാളുടെ രൂപം, വയസ്സ്, കൊടുക്കാനുള്ള കാരണം മുതലായത് മുഴുവൻ പറയുവാൻ കഴിയുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ ജ്യോതിഷിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൃച്ഛകനും അയാളുടെ കുടുംബത്തിനും ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രതിവിധികൾ നിർദ്ദേശിക്കേണ്ടതാണ്. കൈവിഷദോഷം ഉണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വമനം, അതായത് ഛർദ്ദിപ്പിക്കല്, വിരേചനം അഥവാ വയറിളക്കല്, പഞ്ചഗവ്യാധി സേവ എന്ന് പറയുന്ന സമയത്തിൽ പഞ്ചഗവ്യം മുതലായിട്ടുള്ളതായിരിക്കുന്ന ആയുർവേദ മരുന്നുകൾ കഴിക്കല്, കൈവിഷ പരിഹാരി ഗുളിക എന്നെല്ലാം പറഞ്ഞതൊക്കെ ഉണ്ട്. ഇതിൽ ഉചിതമായത് ജ്യോതിഷിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. എന്നാൽ കഠിനമായ തരത്തിൽ കൈവിഷദോഷം ഏറ്റിട്ടുണ്ട് എങ്കിലോ അത് നിമിത്തം വന്നു ചേർന്നിട്ടുള്ളതായിരിക്കുന്ന ബാധോപദ്രവ ദോഷങ്ങളെല്ലാം തന്നെ ആവാഹിച്ച് മാറ്റിയതിനു ശേഷം വേണം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഔഷധ പ്രയോഗങ്ങൾ നടത്തുവാൻ. ഗരുഡ പഞ്ചാക്ഷരി മന്ത്രജപം, മഹാശൂലിനി ഹോമം, ധന്വന്തരി ഹോമം മുതലായ പ്രതിവിധികൾ ബലാബലമനുസരിച്ച് ഇതിനെ ജ്യോതിഷികൾ പ്രതിവിധിയായിട്ട് വിധിക്കാറുണ്ട്.